KTU 2024 സ്കീമിലെ ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന സബ്ജക്റ്റിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഡിസൈൻ എ വെബ് പേജ് യൂസിംഗ് HTML ആൻഡ് CSS ഫോർ ആൻ ഓൺലൈൻ ബുക്ക് സ്റ്റോർ. ഇൻക്ലൂഡ് എ ടൈറ്റിൽ, എ ഹെഡിംഗ്, എ ലിസ്റ്റ് ഓഫ് ബുക്ക് കാറ്റഗറീസ് ആൻഡ് എ ബേസിക് സ്റ്റൈൽ. 6 മാർക്കിന് മൊഡ്യൂൾ 4ന്റെ പാർട്ടായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടത്? ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ ബേസിക് ആയിട്ട് ഒരു ടൈറ്റിൽ വേണം, ഒരു ഹെഡിങ് വേണം, ദെൻ ബുക്കിന്റെ കാറ്റഗറീസിനെ ലിസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ CSS യൂസ് ചെയ്തിട്ട് ബേസിക് സ്റ്റൈലിങ്ങും ചെയ്യണം. അപ്പൊ അതിന്റെ ആൻസറിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു HTML ടാഗ് ഓപ്പൺ ചെയ്തു. HTML ടാഗിന്റെ ഉള്ളിൽ നമുക്കറിയാം ഹെഡ് ടാഗ് ഉണ്ടായിരിക്കും, ബോഡി ടാഗ് ഉണ്ടായിരിക്കും. സോ ആദ്യം തന്നെ ഞാനൊരു ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഹെഡ് ടാഗിന്റെ ഉള്ളിൽ ഞാൻ ഒരു ടൈറ്റിൽ ഉണ്ടാക്കാൻ പോവാണ്. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ടൈറ്റിൽ വേണമെന്ന്. സോ ഓൺലൈൻ ഇ ബുക്ക് എന്ന ടൈറ്റിലാണ് ഞാൻ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ ഓൺലൈൻ ഇ ബുക്ക് എന്ന് കൊടുത്തു, ആ ടാഗ് ക്ലോസ് ചെയ്തു. ദെൻ അടുത്ത ലൈന് ഞാൻ ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് എക്സ്റ്റേണൽ CSS ആണ് യൂസ് ചെയ്തിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് book.css എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റേണലി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫയലിനെ ഇതിലേക്ക് ഈ HTML കോഡിലോട്ട് ലിങ്ക് ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ലിങ്ക് ടാഗ് യൂസ് ചെയ്യുക. സോ ലിങ്ക് rel ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് href ഈക്വൽ ടു book.css, അതായത് നമ്മൾ എക്സ്റ്റേണലി ക്രിയേറ്റ് ചെയ്ത CSS ഫയലിന്റെ നെയിം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, book.css എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ നെയിമാണ് അവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ടൈറ്റിലും ക്രിയേറ്റ് ചെയ്തു, എക്സ്റ്റേണൽ CSS ഫയലിനെ ലിങ്ക് ചെയ്യുകയും ചെയ്തു. ഇനി അടുത്തത് ബോഡി ടാഗിന്റെ ഉള്ളിൽ ഞാനൊരു ഹെഡിങ് കൊടുക്കാൻ പോവാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഹെഡിങ് കൊടുക്കണമെന്ന്. സോ H2ലാണ് ഹെഡിങ് കൊടുക്കുന്നത്. H2 ഹെഡിങ്ങിൽ വെൽക്കം ടു അവർ ഓൺലൈൻ ബുക്ക് സ്റ്റോർ എന്ന് കൊടുത്തു. നമുക്ക് ഏത് ഹെഡിങ് യൂസ് ചെയ്യാം? H1 to H6 ഹെഡിങ് ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ ഹെഡിങ്ങിന് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ ടാഗ് ഓപ്പൺ ചെയ്തു. ആ സെക്ഷൻ ടാഗിന്റെ ID ഹെഡ് എന്ന് കൊടുത്തു. ഒരു IDക്ക് ഒരു നെയിം കൊടുത്തു, ഹെഡ് എന്ന്. ഓക്കെ, നമുക്ക് ഇത്രയും ഒന്ന് റൺ ചെയ്ത് നോക്കാം. HTMLന്റെ ഉള്ളിലാണ് ഈ ഒരു HTML കോഡ് കൊടുക്കേണ്ടത്. സോ ഇവിടെ ഞാൻ ബോഡി ക്ലോസ് ചെയ്തിട്ടില്ല, അപ്പൊ ഞാൻ ബോഡിനെ ക്ലോസ് ചെയ്യാൻ പോവാണ്. ബോഡി ക്ലോസ് ചെയ്തു, അതുപോലെ തന്നെ HTML ക്ലോസ് ചെയ്തു, സേവ് ചെയ്തു, റൺ ചെയ്യാൻ പോവാണ്. അപ്പൊ അവിടെ കണ്ടോ ഹെഡിങ് വന്നു, വെൽക്കം ടു അവർ ഓൺലൈൻ ബുക്ക് സ്റ്റോർ എന്ന് വന്ന് ഹെഡിങ് കൊടുത്തു. നമ്മുടെ ടൈറ്റിൽ എവിടെ വന്നത്? ഇതവിടെ ഓൺലൈൻ ഇ ബുക്ക് എന്ന് പറഞ്ഞ ടൈറ്റിലും വന്നു. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ബുക്കിന്റെ കാറ്റഗറീസ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ലിസ്റ്റിംഗ് യൂസ് ചെയ്യാം, ഓർഡർ ലിസ്റ്റ് യൂസ് ചെയ്യാം, അൺഓർഡർ ലിസ്റ്റ് യൂസ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അൺഓർഡർ ലിസ്റ്റ് ആണ്. സോ ഈ ലിസ്റ്റ് കാറ്റഗറീസിന് ഞാൻ ഒരു div ടാഗിന്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. ഒരു സെപ്പറേറ്റ് ഡിവിഷനായി കൊടുത്തിരിക്കുന്നു. അപ്പൊ അതിനൊരു ഹെഡിങ് കൊടുത്തു. H2ൽ ബുക്ക് കാറ്റഗറീസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തു. ഇതെല്ലാം കാറ്റഗറീസ് ഫുള്ള് ലിസ്റ്റ് ചെയ്യുന്നത് അൺഓർഡേർഡ് ആയിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് UL എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ എല്ലാ കാറ്റഗറീസ് ഏതൊക്കെയാണോ അതെല്ലാം ലിസ്റ്റ് ചെയ്തു. അതിന് LI എന്ന് പറഞ്ഞിട്ട് ടാഗ് യൂസ് ചെയ്തു. സോ LIന്റെ ഉള്ളിൽ സയൻസ് ആൻഡ് ടെക്നോളജി, ബയോഗ്രാഫീസ്, ചിൽഡ്രൻസ് ബുക്സ്, മിസ്റ്ററി ആൻഡ് ത്രില്ലർ ബുക്ക്, ഇത്രയും കാറ്റഗറീസ് ആണുള്ളത്. അത് ഇൻക്ലൂഡ് ചെയ്തു. അൺഓർഡർ ലിസ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു, ഡിവും ക്ലോസ് ചെയ്തു. ഇത്രയും റൺ ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് എന്ന് നോക്കാം. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് HTML ബോഡി ടാഗിന്റെ ഉള്ളിലാണ്. സേവ് ചെയ്തു, റൺ ചെയ്യാൻ പോകുന്നു. സോ നമുക്ക് എന്താ ബുക്ക് കാറ്റഗറീസ് നമ്മുടെ ഹെഡിങ് കൊടുത്തിരുന്നു, ഹെഡിങ് വന്നിട്ടുണ്ട്. അൺഓർഡർ ലിസ്റ്റ് ആയിട്ട് 4 കാറ്റഗറീസും കൊടുത്തിട്ടുണ്ട്. ആ 4 കാറ്റഗറീസിനും വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബേസിക് CSS സ്റ്റൈലിംഗ് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ബേസിക് ആയിട്ട് CSS സ്റ്റൈലിംഗ് ഏതൊക്കെ യൂസ് ചെയ്ത് നോക്കാം. ഞാൻ H2 എന്ന് പറഞ്ഞ ഹെഡിങ് എവിടെയാണോ കൊടുത്തിരിക്കുന്നത്, എവിടെയൊക്കെ ഉണ്ടോ അതിന് ഫുള്ള് ടെക്സ്റ്റ് അലൈന് സെന്റർ കൊടുത്തു. അപ്പൊ അതെല്ലാം സെന്റർ ആയിട്ട് വരും. ദെൻ ഞാൻ സെക്ഷന്റെ ഉള്ളിൽ ID ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുത്തിരുന്നു. ഓക്കെ, ഈ സെക്ഷനെ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. സോ ID വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഹാഷ് യൂസ് ചെയ്തു. ഹാഷ് ഹെഡ് ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഡോട്ട്സ് ബ്ലൂ. അതിന്റെ കളറ് ഈ ഒരു കളർ വരും.
ദെൻ കളർ കോളൻ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ടെക്സ്റ്റ് കളറാണ് വരിക. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആവും. ഈ വെറും കളർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് കളറാണ് വരിക. സോ ടെക്സ്റ്റ് കളർ ബ്ലാക്ക് എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഏത് കളറും യൂസ് ചെയ്യാം. ദെൻ പാഡിങ്, ബോർഡറിൽ നിന്ന് എത്ര അകലം വേണം. അപ്പൊ അതിന് ഞാൻ 10 പിക്സൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്രേസസ് ക്ലോസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റൈലിംഗ് യൂസ് ചെയ്ത് ഡിവ് ടാഗ് നമ്മൾ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബുക്കിനെ ലിസ്റ്റ് ചെയ്യാൻ ഒരു ഡിവ് ടാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടെയും കൊടുത്തിട്ടില്ല. ഓക്കെ, ഈ ഒരു ഡിവ് ടാഗിനെ സ്റ്റൈൽ ചെയ്യാണ്. അതിന്റെ ഹൈറ്റ് 150 പിക്സൽ കൊടുത്തു. അതിനുള്ള വിഡ്ത്ത് 100 കൊടുത്തു. ആ ഡിവ് ടാഗ് എവിടെയൊക്കെ വരുന്നോ അതിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് കളറിനെ ലൈറ്റ് ബ്ലൂ ആക്കിയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ സെമി കോളൻ ഇടണേ. ഓക്കെ, ഈ കോഡ് നമുക്ക് കോപ്പി ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഈ കോഡ് കൊടുക്കേണ്ടത് .html ഫയലിലല്ല .css ഫയലിലാണ് കൊടുക്കേണ്ടത്. പിന്നെ സേവ് ചെയ്തു. റൺ ചെയ്യുമ്പോൾ നമ്മൾ ഹെഡിങ് നമ്മൾ ടെക്സ്റ്റ് അലൈൻ എന്താ കൊടുത്തിരിക്കുന്നത്, സെന്റർ ആണ് കൊടുക്കുന്നത്. സോ എല്ലാ ഹെഡിങ്ങും സെന്റർ ആയിട്ട് അലൈൻ വന്നിട്ടുണ്ട്. then അതിന്റെ കളറും ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും മാറിയിട്ടുണ്ട്. ഇത്രയും മതി നമ്മുടെ ക്വസ്റ്റ്യനിൽ. ഞാൻ കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കാം. ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് നമ്മുടെ ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഫിഗർ ഉണ്ടായിരിക്കും. അതായത് ആ ബുക്കിന്റെ ഒരു ഫിഗർ ഉണ്ടായിരിക്കും. അതിന്റെ താഴെ അതിന്റെ ടൈറ്റിൽ ഉണ്ടായിരിക്കും. അതേപോലെ ഓതറിന്റെ നെയിം ഉണ്ടായിരിക്കും. അതിന്റെ പ്രൈസ് എത്രയെന്ന് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ ബൈ ചെയ്യാനൊക്കെ ആണെങ്കിൽ കാർട്ടിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബട്ടൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ആ സെക്ഷന് ഒരു ക്ലാസ് നെയിം കൊടുത്തു. ക്ലാസ് ഈക്വൽ ടു ബുക്സ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് കൊടുത്തു. ദെൻ H2 എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ എന്താ കൊടുത്തത്, അവൈലബിൾ ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തു. ഈ H2 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ് പേജിൽ എങ്ങനെ വരിക, എപ്പോഴും സെന്റർ അലൈൻ ആയിട്ടായിരിക്കും വരിക. എന്തുകൊണ്ടാണ് നമ്മൾ CSS സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. H2 എവിടേക്ക് വരുന്നോ അതിന്റെ എല്ലാം ടെക്സ്റ്റ് അലൈൻ സെന്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഡിവ് ടാഗിന് നമ്മൾ സെന്റർ ആണോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അതിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സെന്റർ എന്ന് പറഞ്ഞൊരു ടാഗിലുണ്ട്. ആ ടാഗിന്റെ ഉള്ളിലാണ് ഡിവ് ടാഗ് കൊടുത്തത്. അപ്പൊ ഈ ഒരു ഡിവ് ഫുള്ളും സെന്ററിലാണ് വരിക. ദെൻ നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണം. ഇമേജ് ആഡ് ചെയ്യാനുള്ള ടാഗാണ് IMG ടാഗ്. അതിന്റെ ഉള്ളിൽ SRC സോഴ്സ് ഈക്വൽ ടു ഇമേജിന്റെ പാത്ത് കൊടുത്തു. ഇതാണ് എന്റെ പാത്ത്. ദെൻ ഓൾട്ട് ഈക്വൽ ടു ബുക്ക് 1 എന്നും കൊടുത്തു. അതായത് ഈ ഒരു ഇമേജ് എന്തെങ്കിലും കാരണവശാൽ ഡിസ്പ്ലേ ആയിട്ടില്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് ബുക്ക് 1 എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ആയിരിക്കും അവിടെ വരിക. ഓക്കെ, ഇനി ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ H3 എന്ന് പറഞ്ഞ ഹെഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. H3ന്റെ ഉള്ളിൽ C പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തു. പാരഗ്രാഫ് ടാഗിന്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓതറിന്റെ നെയിം കൊടുക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഓതർ നെയിം എന്ന് മാത്രം കൊടുത്തു. അതുപോലെ തന്നെ പാരഗ്രാഫിന്റെ ടാഗിന്റെ ഉള്ളിൽ അത് പ്രൈസ് RS.100 എന്ന് കൊടുത്തു. അപ്പൊ ഇത് ഇതേപോലെ ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവും. പിന്നെ ഒരു ബട്ടൺ കൊടുത്തു. ബട്ടൺ ടാഗിന്റെ ഉള്ളിൽ ബട്ടൺ ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഒരു ബട്ടൺ അവിടെ ക്രിയേറ്റ് ആയി വരും. അപ്പൊ ഈ ഒരു കോഡിന്റെ ഔട്ട്പുട്ട് നോക്കാം. അപ്പൊ ഇത് എവിടെയാണ് കൊടുക്കേണ്ടത്, HTML ടാഗിലെ ബോഡീന്റെ ഉള്ളിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സോ സേവ് ചെയ്തു റൺ ചെയ്യാൻ പോവാണ്. റൺ ചെയ്തു. അപ്പോൾ അവൈലബിൾ ബുക്സ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് സെന്ററിൽ വന്ന കണ്ടോ, നമ്മൾ CSS കൊടുത്തുകൊണ്ടാണ് അത് വന്നത്. പിന്നെ ഡിവ് ടാഗ് എവിടെ വരുന്നോ അവിടെയെല്ലാം ലൈറ്റ് ബ്ലൂ ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ലൈറ്റ് ബ്ലൂ വന്നു. ദെൻ നമ്മൾ കൊടുത്ത ഇമേജ് ആണ് C പ്രോഗ്രാമിങ്ങിന്റെ ഒരു ബുക്കിന്റെ ഒരു ഇമേജ് കൊടുത്തു. അതിന് ഹെഡിങ് C പ്രോഗ്രാമിംഗ് എന്ന് കൊടുത്തു. അതേപോലെ ഓതറിന്റെ നെയിം നമുക്ക് കൊടുക്കാം. പ്രൈസ് 100, ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ബുക്സ് വേണമെങ്കിലും ബുക്കിന്റെ ഫിഗർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ഒരു ഫിഗറും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സേവ് ചെയ്തു റൺ ചെയ്യാണ്. അപ്പൊ അടുത്ത ഫിഗർ വന്ന് പൈത്തന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഫിഗർ ആണ് കൊടുത്തത്. ഓക്കെ, അപ്പൊ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടി ചെയ്തു. നിങ്ങളെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെബ് പേജ് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ. നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരു ടൈറ്റിൽ വേണം, അതുപോലെ ഹെഡിങ് വേണം, ദെൻ ബുക്ക് കാറ്റഗറീസിനെ ലിസ്റ്റ് ചെയ്യും വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.